പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആർ ശ്രീജിത്ത്, പാർട്ടി വെട്ടിലായി എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ആ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ പാർട്ടി ആലോചിക്കുന്നുണ്ടാകുമല്ലോ. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? തുരിയ, വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൻ്റെ തൊട്ടു തലേന്നാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം MSF പ്രവർത്തകനായ കാസിമാണ് എന്ന തരത്തിലുള്ള വലിയ പ്രചരണം CPIM-ഉം LDF കേന്ദ്രങ്ങളും അഴിച്ചുവിട്ടു. മാത്രമല്ല, ഈ കാഫിർ സ്ക്രീൻഷോട്ട് മുൻ MLA-യും CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KK ലതിക അടക്കമുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പേജുകളിൽ വരികയും ചെയ്തു. CPIM-ൻ്റെ സൈബർ ഗ്രൂപ്പുകൾ, സൈബർ ഹാൻഡിലുകളാണ് ഇത് കാര്യമായി പ്രചരിപ്പിച്ചത്. അപ്പോൾ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഇതിനെ മാറ്റുകയായിരുന്നു ലക്ഷ്യമെന്നായിരുന്നു അന്ന് പുറത്തു വന്ന കാര്യം. എന്നാൽ അതിൻ്റെ കുറ്റം രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ ആരോപിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടത്തിയത്. എന്നാൽ അതെല്ലാം പോലീസ് അന്വേഷണത്തോടെ പൊളിഞ്ഞിരിക്കുകയാണ്. റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഏറ്റവും ആദ്യം ഈ സ്ക്രീൻഷോട്ട് വന്നത് എന്നാണ് പറയുന്നത്. ആ റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ വടകര DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി റിബേഷ് രാമകൃഷ്ണനാണ്. മാത്രമല്ല, ഈ റിബേഷ് രാമകൃഷ്ണൻ എവിടെ നിന്നാണ് തനിക്ക് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന കാര്യം ഇതുവരെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ള 4 പേരുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ 4 പേരും ഈ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജ്, ഒപ്പം തന്നെ റെഡ് എൻകൗണ്ടർ അടക്കമുള്ള 2-3 വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇവയുടെ അഡ്മിന്മാർക്കെതിരെ കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് പോയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായ വിഷയം. ഒരു വശത്ത് മതേതര നിലപാടിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ സമുദായത്തെ സംരക്ഷിക്കുന്നു. അങ്ങനെ ന്യൂനപക്ഷ സമുദായത്തെ സംരക്ഷിക്കുന്നത് മുസ്ലിം പ്രീണനമല്ല എന്ന് ആവർത്തിച്ച് നേതൃത്വം പറയുമ്പോഴും ഒരു വിഭാഗത്തെ ആകെ സംശയത്തിന് നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു തെറ്റായ പ്രചരണം അഴിച്ചുവിട്ടുവെന്ന ആരോപണമാണ് ഇതിലൂടെ CPIM-ഉം LDF-ഉം നേരിടുന്നത്. LDF-നകത്തു നിന്ന് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. അതാണ് അല്പം മുമ്പ് നമ്മൾ കണ്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം. അപ്പോൾ പാർട്ടി CPIM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയാത്ത ഒരു നിലയാണ് ഇപ്പോൾ CPIM-ന് വന്നിരിക്കുന്നത്. CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം KK ലതിക അടക്കം ആളുകൾ ഉള്ള നേതാക്കന്മാർ പങ്കുവച്ച ഈ വ്യാജ സ്ക്രീൻഷോട്ട്, അതിൻ്റെ ഉറവിടം എവിടെയാണ്? ആരാണിത് തയ്യാറാക്കിയത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ, മതവൈര്യം വളർത്താൻ ഇടയാക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം തങ്ങളാണ് എന്ന കടുത്ത ആക്ഷേപത്തിൻ്റെയും നാണക്കേടിൻ്റെയും